കൊച്ചിയിൽ സ്പായുടെ മറവിൽ അനാശാസ്യ പ്രവർത്തനം 12 പേർ പിടിയിൽ. മലപ്പുറം വാഴക്കാട് MDMA പിടികൂടിയതിൽ അടിമുടി ദുരൂഹത. സിനിമാ നടികൾക്ക് വേണ്ടിയാണ് ലഹരി എത്തിച്ചതെന്ന് വെളിപ്പെടുത്തൽ. കുറ്റകൃത്യങ്ങളുടെ ഉള്ളറകളിലേക്ക് കാക്കി. കൊച്ചിയിൽ സ്പായുടെ മറവിൽ അനാശാസ്യ പ്രവർത്തനം. നോർത്ത് കലാഭവൻ റോഡിൽ പ്രവർത്തിച്ചിരുന്ന മോക്ഷ എന്ന സ്പായിലാണ് റെയ്ഡ് നടന്നത്. 8 സ്ത്രീകളെയും 4 പുരുഷന്മാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്ഥാപനത്തിൽ മാസം 1 കോടിയോളം രൂപയുടെ ഇടപാടുകൾ നടന്നിരുന്നതായും കണ്ടെത്തൽ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, 8 സ്ത്രീകളെയും 4 പുരുഷന്മാരെയുമാണ് റെയ്ഡിൽ പിടികൂടിയിരിക്കുന്നത്. എപ്പോഴായിരുന്നു ഈ റെയ്ഡ് നടന്നത്? മറ്റു വിവരങ്ങൾ കൂടി. KP ഇന്ന് രാത്രി 8 മണിയോടുകൂടിയാണ് എറണാകുളം കലാഭവൻ റോഡിൽ പ്രവർത്തിച്ചിരുന്ന സ്പായിൽ പോലീസ് റെയ്ഡ് നടത്തിയത്. ഈ ആയുർവേദ ചികിത്സയുടെ മറവിൽ ഇവിടെ പെൺവാണിഭം നടക്കുന്നുണ്ട് എന്ന പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് നടന്നിരുന്നത്. നേരത്തെ തന്നെ ഇതിന്റെ സ്ഥാപനത്തിന്റെ ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാൾക്ക് മറ്റൊരു സ്ഥാപനം കൂടി ഉണ്ടായിരുന്നതായിട്ടാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യം ഈ എരുമേലി സ്വദേശിയായിട്ടുള്ള പ്രവീൺ എന്ന ആളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇയാൾക്ക് കലാഭവൻ റോഡിൽ മറ്റൊരു സ്ഥാപനമുണ്ടെന്ന് അറിയുന്നതും പിന്നീട് ഇവിടെ പോലീസ് സംഘം എത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നത്. ഈ സമയത്ത് 4 ഇടപാടുകാർ ഇവിടെ എത്തിയിരുന്നു. ഈ സമയത്താണ് പോലീസിന്റെ റെയ്ഡ് നടന്നത്. ഇങ്ങനെ 4 ഇടപാടിന് വേണ്ടി എത്തിയിരുന്ന 4 പുരുഷന്മാരും ഇവിടെ പ്രവർത്തിച്ചിരുന്ന 8 സ്ത്രീകളെയുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ 8 സ്ത്രീകളിൽ ഒരാൾ തമിഴ്നാട് സ്വദേശിയാണ്. ബാക്കി എല്ലാവരും തന്നെ മലയാളികളാണ്. ഇവിടെ നടത്തിയിട്ടുള്ള പോലീസിന്റെ പരിശോധനയിൽ നിന്ന് മാസം ഏകദേശം 1 കോടിയോളം രൂപയുടെ ഇടപാടുകൾ ഇവിടെ നടന്നിരുന്നതായിട്ടാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ 12 പേരെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അത് തന്നെയാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും KP, ഈ സ്ഥാപനത്തിന് തന്നെ 2 സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അതായത് ഈ ഉടമസ്ഥരുടെ പേരിൽ തന്നെ 2 സ്ഥാപനങ്ങൾ നടന്നിരുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ഏതാനും ചില ദിവസങ്ങളിലായി തന്നെ കൊച്ചി നഗരത്തിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സ്പായികളും ഒപ്പം തന്നെ ഈ പെൺവാണിഭ സംഘങ്ങളെ കുറിച്ച് പോലീസിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ തുടരുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കടവന്ത്രയിൽ നടത്തിയ ഒരു പരിശോധനയിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കടവന്ത്രയിൽ പ്രവർത്തിച്ചിരുന്ന ഡ്രീംസ് എന്ന ഹോട്ടലുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തിയിരുന്ന പെൺവാണിഭ കേസുമായി ബന്ധപ്പെട്ടാണ് 2 പോലീസ് ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പാലാരിവട്ടം സ്റ്റേഷനിലെ ഒപ്പം തന്നെ ട്രാഫിക് സ്റ്റേഷനിലെയും ഉദ്യോഗസ്ഥരെയാണ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. വൈകിട്ടോടുകൂടി ഇവരെ കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. ഏതായാലും പോലീസുകാരുടെ കൂടി ഒത്താശയോടുകൂടിയാണ് കൊച്ചി നഗരത്തിൽ ഇത്തരത്തിലുള്ള പെൺവാണിഭ സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നത് എന്ന കാര്യങ്ങൾ പുറത്തു വരുന്ന അത്തരത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഏതായാലും പോലീസിന്റെ പരിശോധന അത് വരും ദിവസങ്ങളിൽ തുടരും എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കൊച്ചി സിറ്റി ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് ഈ കലാഭവൻ റോഡിൽ പ്രവർത്തിച്ചിരുന്ന സ്പായിൽ പരിശോധന നടത്തിയത്. സ്പായുടെ മറവിലാണ് അനാശാസ്യ പ്രവർത്തനം. കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചു കോടതി. ആയമാരായ അജിത, മഹേശ്വരി, സിന്ധു എന്നിവർക്കാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. സംഭവം അതീവ ഗുരുതരമെന്ന കണ്ടെത്തലിനെ തുടർന്ന് തിരുവനന്തപുരം പോക്സോ കോടതിയുടേതാണ് നടപടി. ശിശുക്ഷേമ സമിതിയിലെ താൽക്കാലിക ജീവനക്കാരായിരുന്ന മഹേശ്വരി, സിന്ധു, അജിത എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി നിഷേധിച്ചത്. മൂവരും കുട്ടികളുടെ സംരക്ഷണ ചുമതലയുള്ളവരായതിനാൽ യാതൊരുവിധ ദയയും അർഹിക്കുന്നില്ല എന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് കോടതി ജാമ്യാപേക്ഷ നിരസിച്ചത്. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചത്. 2.5 വയസ്സുകാരുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിക്കുക എന്നത് അതീവ ഗൗരവമുള്ള സംഭവമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഇതേ തുടർന്ന് ജാമ്യം നിഷേധിക്കുകയായിരുന്നു. തൃശ്ശൂരിൽ അമ്മയെയും മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പലൻ വീട്ടിൽ 48 വയസ്സുള്ള പ്രവീൺ, അമ്മ 78 വയസ്സുള്ള മെറീന എന്നിവരാണ് മരിച്ചത്.
തൃശൂർ നഗരത്തിലെ എരിഞ്ഞേരി അങ്ങാടിയിലാണ് സംഭവം. വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ പ്രദേശത്തുള്ളവർ നടത്തിയ പരിശോധനയിലാണ് മരണവിവരം പുറത്തറിയുന്നത്. ഉടൻ തൃശൂർ ഈസ്റ്റ് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ വീടിന്റെ എല്ലാ വാതിലുകളും അകത്തുനിന്നും പൂട്ടിയ നിലയിലാണ്. മുറിക്കുള്ളിൽ കട്ടിലിൽ കിടക്കുന്ന നിലയിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. വാതിലുകൾ അകത്തുനിന്നും പൂട്ടിയ നിലയിലായതിനാൽ ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. പ്രവീണിന്റെ സഹോദരൻ വിദേശത്തും സഹോദരി തൃശൂരിൽ മറ്റൊരിടത്തും താമസിക്കുകയാണ്. പ്രവീണും മെറീനയും മാത്രമാണ് ഈ വീട്ടിൽ താമസം. മൃതദേഹങ്ങൾക്ക് ഒരാഴ്ചയോളം പഴക്കമുള്ളതായാണ് കരുതുന്നത്. അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരൂ എന്ന് പോലീസ് അറിയിച്ചു. ജനം, തൃശൂർ. കായംകുളം കണ്ടല്ലൂരിൽ അച്ഛനും മകനും ബന്ധുവായ സ്ത്രീക്കും വെട്ടേറ്റു. കണ്ടല്ലൂർ സ്വദേശികളായ അചീന്ദ്രദാസിനും മകൻ അക്ഷയ്ദാസിനും ബന്ധു ദീപിക്കുമാണ് വെട്ടേറ്റത്. പ്രതികളായ കണ്ടല്ലൂർ അഞ്ചുതെങ്ങിൽ അരുൺ സുധാകരൻ, ഉമേഷ് ഉത്തമൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 9:30യോടെയായിരുന്നു സംഭവം. കണ്ടല്ലൂർ തെക്ക് പൈപ്പ് ജംഗ്ഷനിലുള്ള കടയടച്ച് അജീന്ദ്രദാസ് മകൻ അക്ഷയ്ദാസിനൊപ്പം വീട്ടിലേക്ക് പോകുന്നതിനിടെ റോഡിൽ കാത്തുനിന്ന പ്രതികൾ കയ്യിൽ കരുതിയിരുന്ന മൂർച്ചയുള്ള ആയുധം കൊണ്ട് അജീന്ദ്രദാസിന്റെ തലയ്ക്ക് വെട്ടുകയായിരുന്നു. അക്രമം തടയാൻ എത്തിയപ്പോഴാണ് മകൻ അക്ഷയ്ദാസിനും ബന്ധുവായ ദീപയ്ക്കും വെട്ടേറ്റത്. ഇവരുടെ കൈകൾക്ക് ആഴത്തിൽ മുറിവേറ്റു. വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം അക്രമി വാളുമായി ഭീഷണി മുഴക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു. അക്രമത്തിനിരയായവരും പ്രതികളും ഇവരുടെ ബന്ധുക്കളും തമ്മിൽ മുൻപ് അടിപിടി കേസുകൾ ഉണ്ടായിരുന്നതായും പോലീസ് വ്യക്തമാക്കി. തലയ്ക്ക് വെട്ടേറ്റ അജീന്ദ്രദാസിന് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കൈക്ക് വെട്ടേറ്റ അക്ഷയ്ദാസും ദീപയും കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അക്രമം നടത്തിയ കണ്ടല്ലൂർ തെക്ക് അഞ്ചുതെങ്ങിൽ പടിയിച്ചതിൽ അരുൺ സുധാകരൻ, പോത്തുപറമ്പിൽ വീട്ടിൽ ഉമേഷ് ഉത്തമൻ എന്നിവരെ കനകക്കുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിന് ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ പ്രതികളെ അവിടെ നിന്നാണ് പോലീസ് പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, ആലപ്പുഴ. മലപ്പുറം വാഴക്കാട് 510 ഗ്രാം MDMA പിടികൂടിയതിൽ അടിമുടി ദുരൂഹത. സംഭവത്തിൽ 2 പേർ പിടിയിലായി. സിനിമാ നടികൾക്ക് വേണ്ടിയാണ് ലഹരി എത്തിച്ചതെന്ന് പിടിയിലായ മുഹമ്മദ് ഷബീബ് പോലീസിനോട് പറഞ്ഞു. സംസ്ഥാനത്ത് ലഹരി ഉപയോഗം വ്യാപകമാകുന്നു. മലപ്പുറം വാഴക്കാട് നിന്നും 510 ഗ്രാം MDMAയുമായി 2 പേർ പോലീസിന്റെ പിടിയിലായി. സ്വകാര്യ റിസോർട്ടിൽ നിന്നാണ് പിടികൂടിയത്. മലപ്പുറം കാളിക്കാവ് സ്വദേശി മുഹമ്മദ് ഷബീബ്, അബൂ താഹിർ എന്നിവരാണ് പിടിയിലായത്. സിനിമാ നടിമാർക്ക് വേണ്ടിയാണ് MDMA കൊണ്ടുവന്നതെന്ന് പിടിയിലായവർ പറഞ്ഞു. കൂടുതലായിട്ട് ഇനി സോഴ്സിലേക്കും അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ആംഗിളിലുള്ളതും കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അതടക്കമുള്ള അന്വേഷണം ഇപ്പോഴും ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ളൊരു മേജർ ക്വാണ്ടിറ്റി ആയിട്ട് വേണം ഇതിനെ കണക്കാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ അന്വേഷണ ടീമുകളിപ്പം പുറത്തുണ്ട്. തുടർന്നുള്ള അന്വേഷണം കണ്ടിന്യൂ ചെയ്തതിന് ശേഷം കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താൻ മൊഴികളുണ്ട്. ചില ഈ ആംഗിളിലുള്ള മൊഴികൾ നമ്മുടെ ലഭ്യമായിട്ടുണ്ട്. പക്ഷേ അന്വേഷണത്തിൻ്റെ ഈ ഘട്ടത്തിൽ അതിലൊരു റിവലേഷനിലേക്ക് പോകാനുള്ളൊരു പോയിൻ്റ് ആയിട്ടില്ല. തീർച്ചയായിട്ടും ഡെപ്തിൽ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. വിപണിയിൽ ലക്ഷങ്ങൾ വില വരുന്ന MDMAയാണ് പ്രതികളിൽ നിന്നും പിടികൂടിയത്. 2 സിനിമാ നടിമാർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നതെന്ന് പ്രതികൾ പറയുമ്പോഴും ഇവർ ആരൊക്കെയെന്ന് വ്യക്തമല്ല. ചോദ്യം ചെയ്യലിൽ ആരൊക്കെയാണ് നടികളെന്ന് അറിയില്ലെന്ന് പ്രതികൾ പറയുന്നു. ലഹരി കൊണ്ടുവന്നത് ഒമാനിൽ നിന്നാണ്. അതിനാൽ വിദേശത്തും ലഹരിക്കടത്തിന്റെ കണ്ണുകൾ ഉണ്ടെന്നാണ് സൂചന. ജനം, മലപ്പുറം. ആലപ്പുഴ സനോജ് വധക്കേസിൽ 7 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. സനോജിന്റെ അയൽവാസികളായ പ്രശാന്തിന്റെ അച്ഛൻ പൊടിയൻ എന്നിവരാണ് കേസിലെ 1ഉം 2ഉം പ്രതികൾ. പ്രതികൾക്ക് സനോജിനോടുള്ള മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം. ജൂലൈ 4 ആലപ്പുഴ ആലനാട് സ്വദേശി സനോജ് കൊല്ലപ്പെട്ടത്.
കൊല്ലപ്പെട്ട സനോജും പ്രതികളായ പ്രശാന്തും പൊടിയനും അയൽവാസികളാണ്. പൊടിയന്റെ മകളും സനോജും അടുപ്പത്തിലായിരുന്നു. ഇരുവരും വീട് വിട്ടുപോയപ്പോൾ പൊടിയൻ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പെൺകുട്ടിയെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോവുകയും മറ്റൊരു വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. ഇതോടെയാണ് ഇരു കുടുംബങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. പിന്നീട് ഭീഷണിയെ തുടർന്ന് സനോജും കുടുംബവും മറ്റൊരിടത്തേക്ക് മാറി താമസിച്ചെങ്കിലും ഏതാനും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവിടേക്ക് തന്നെ തിരികെ എത്തി. കൊലപാതക ദിവസം ഉച്ചയ്ക്ക് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് ജോലി സ്ഥലത്തേക്ക് മടങ്ങവേ വീടിന് അടുത്ത് വെച്ച് പ്രതികൾ സനോജിനെ ആക്രമിക്കുകയായിരുന്നു. കൊട്ടേഷൻ സംഘത്തിന്റെ സഹായത്തോടെയായിരുന്നു ആക്രമണം. വടിവാൾ ഉപയോഗിച്ച് വെട്ടി ഇരുമ്പുകൂടം കൊണ്ട് തലക്കടിച്ചുമാണ് കൊലപാതകം നടത്തിയത്. കേസിലെ ഒന്നാം പ്രതി പ്രശാന്ത്, രണ്ടാം പ്രതിയും പ്രശാന്തിന്റെ പിതാവുമായ പൊടിയൻ എന്ന പ്രസാദ്, കിരൺ റോഡ്രിഗസ്, അജിലാൽ, ജോസ് ആന്റണി, അപ്പു, ഫിൻസ്റ്റർ നെറ്റോ എന്നിവർക്കാണ് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം തടവും ഓരോ ₹1,00,000 വീതം പിഴയും ഈടാക്കിയത്. 7 പേർക്കും ജീവപര്യന്തം, പിന്നെ കൂടാതെ എല്ലാവരും ഓരോ ₹1,00,000 വീതം പിഴയും അടയ്ക്കണം. ആ പിഴ തുകയിൽ ₹5,00,000 കൊല്ലപ്പെട്ട സനോജിൻ്റെ മാതാപിതാക്കൾക്ക് നൽകണമെന്നാണ് ഇപ്പോൾ കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. ഇത് 2014 ജൂലൈ മാസം 7-ാം തീയതി ആര്യാട് റൂറൽ ആശുപത്രിയുടെ മുൻവശം വെച്ചാണ് ഈ സനോജ് എന്ന് പറയുന്ന 28 വയസ്സുള്ള ചെറുപ്പക്കാരനെ ഈ പ്രതികൾ സംഘം ചേർന്ന് ഇരുമ്പ് കൂടം, വലിയ കൂടവും ഇരുമ്പ് കൂടവും അതുപോലെ തന്നെ വടിവാളുകൾ, ഇരുമ്പ് പൈപ്പ് തുടങ്ങിയവ ഉപയോഗിച്ചാണ് മാരകമായി കൊലപ്പെടുത്തിയത്. 32 മുറിവുകൾ സനോജിന്റെ ശരീരത്തിൽ ഉണ്ടായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതിക്രൂരമായ മർദ്ദനമാണ് സനോജിന് ഏൽക്കേണ്ടി വന്നത്. കൊല്ലപ്പെടുമ്പോൾ 28 വയസ്സായിരുന്നു സനോജിന് പ്രായം. ജനം, ആലപ്പുഴ. തിരുവനന്തപുരം ചിറയൻകീഴ് ഓൺലൈൻ മാധ്യമ പ്രവർത്തകന് നേരെ ആക്രമണം. CPM ജില്ലാ സെക്രട്ടറി ബി ജോയ് നോക്കി നിൽക്കെയാണ് ആക്രമണമുണ്ടായത്. ചിറയൻകീഴ് പെരുങ്കുഴി ക്ഷീരകർഷക തെരഞ്ഞെടുപ്പിന്റെ ചിത്രം പകർത്തിയതാണ് CPMനെ ചൊടിപ്പിച്ചത്. CPM ജില്ലാ നേതാവ് വി ജോയിയും പോലീസും നോക്കി നിൽക്കെയാണ് ആക്രമണം. കർഷക തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ ഓൺലൈൻ മാധ്യമ പ്രവർത്തകന് നേരെയാണ് CPM പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടത്. ആക്രമണത്തിൽ മൊബൈൽ പിടിച്ചു വാങ്ങുകയും ആക്രോശിച്ചെത്തിയ CPM പ്രവർത്തകർ മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദനത്തിൽ കൈക്കും മുഖത്തിനും സാരമായ പരിക്കുകളേറ്റിരുന്നു. തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അവിടെ കുറേ ഇഷ്യൂസ് നടക്കുന്നുണ്ടായിരുന്നു. ആ ഇഷ്യൂസിനെയാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. എന്നെ കയറി ആക്രമിച്ച് എൻ്റെ ഈ മൊബൈൽ പിടിച്ച് വാങ്ങിച്ച് ഓടിച്ച് എൻ്റെ ഡിസ്പ്ലേ പൊട്ടി എനിക്കെതിരെ വധഭീഷണി നടത്തി. നിന്നെ വെട്ടി കീറിക്കളയുമെന്ന്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരയാണ് എനിക്കെതിരെ ഈ ആക്രമണം നടത്തിയതും എന്നെ ഭീഷണിപ്പെടുത്തി, എന്നെ വെട്ടി കീറിക്കളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ആക്രമണത്തിലൂടെ തിരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ മറച്ചുവെക്കാനാണ് CPM ചെയ്യുന്നത് എന്നാണ് ഉയരുന്ന ആരോപണം. മുൻപും ഇവർക്കെതിരെ ക്രമക്കേടുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. CPM ഭരണസമിതിക്കാണ് ക്ഷീര കമ്മീഷന്റെ ഇപ്പോഴുള്ള ചുമതല. ജനം, തിരുവനന്തപുരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴിയുടെ അടിസ്ഥാനത്തിലെടുത്ത ആദ്യ കേസിലെ കുറ്റപത്രം സമർപ്പിച്ചു. കൊല്ലം സ്വദേശിയായ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസ്. മേക്കപ്പ് മാനേജർ സജീവിനെതിരെയായിരുന്നു കോട്ടയം പൊൻകുന്നം പോലീസ് കേസെടുത്തിരുന്നത്. ആലുവ സ്വദേശിനിയുടെ പരാതികളിലെടുത്ത കേസുകളിൽ M മുകേഷ്, ഇടവേള ബാബു എന്നിവർക്കെതിരെ നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. കാഞ്ഞിരപ്പള്ളി കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലെടുത്ത പീഡനക്കേസുകളിൽ M മുകേഷ് MLAയ്ക്കും നടൻ ഇടവേള ബാബുവിനുമെതിരെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇതുവരെ 7 കേസുകളിലാണ് AIG G പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 40ഓളം പരാതികളിലാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്നത്. ഇടവേള ബാബു പ്രതിയായ കേസിൽ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലും മുകേഷ് പ്രതിയായ കേസിൽ വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിലുമായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അമ്മ സംഘടന ജനറൽ സെക്രട്ടറിയായിരിക്കെ സംഘടനയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് അപമര്യാദയായി പെരുമാറി എന്നതായിരുന്നു കേസ്. 2011 സിനിമാ ചിത്രീകരണത്തിനിടെ ഹോട്ടലിൽ വെച്ച് അപമര്യാദയായി പെരുമാറി എന്നതാണ് മുകേഷിനെതിരായ കേസ്. വടക്കാഞ്ചേരി പോലീസായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത്. കേസുകളിൽ നേരത്തെ ഇരുവർക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട്. മറ്റു പരാതികളിൽ കൂടി അന്വേഷണം പൂർത്തിയാക്കി തെളിവുകളും സാക്ഷിമൊഴികളും ഉള്ളതിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം.
ജനം, കൊച്ചി.